എന്റെ കുട്ടികളെ രക്ഷിച്ചപ്പോൾ സത്യേട്ടന് വേണമെങ്കിൽ എന്നെയും കൊല്ലാമായിരുന്നു. പക്ഷേ സത്യേട്ടൻ അത് ചെയ്തില്ല. ആ മുഖത്ത് സങ്കടമായിരുന്നു, സഹതാപമായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയില്ലെന്ന് അവൾ സങ്കടത്തോടു കൂടി പറയുന്നു. ഡോക്ടർക്ക് ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. ഡോക്ടർ അവരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഭാര്യയെ അന്വേഷിക്കുമ്പോൾ ഭാര്യ അവിടെ നിന്ന് കരയുന്നതാണ് കാണുന്നത്. പിന്നീട് ഡോക്ടർ ജയിലിലേക്ക് വരുന്നു. സത്യൻ ചോദിക്കുന്നുണ്ട്, ഇന്ന് വേണമോ ഡോക്ടർ പരിശോധന എന്ന്. ഡോക്ടർ പറയുന്നു, അല്ല, അതിനല്ല, അച്ഛനും ആ പെൺകുട്ടിയും വീട്ടിൽ വന്നിരുന്നു. അച്ഛൻ പോയി എന്നും ആ പെൺകുട്ടി പോയിട്ടില്ല, അവൾക്ക് എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കണം എന്ന് ഡോക്ടർ അവനോട് പറയുന്നു. ഞാൻ അവരെ കൊന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് സത്യൻ പറയുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നും അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി മാത്രമല്ല മരിച്ചവർക്ക് വേണ്ടി കൂടിയാണെന്ന് അവൻ പറയും. പിന്നീട് അവൻ കഥ ഓർക്കുന്നതാണ്. അവൻ എല്ലാ വിഷമവും ഉള്ളിലൊതുക്കി പെയിന്റിംഗ് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ ജയയുടെ വീട്ടിൽ ഒരു കാർ വന്ന് നിൽക്കുന്നത് അവന് ശ്രദ്ധിക്കുന്നത്. ആ മൂന്നാമൻ അകത്തേക്ക് കയറി പോകുന്നത് അവൻ കാണുന്നു. അവൻ അത് ശ്രദ്ധിക്കാതെ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ കേൾക്കുന്നത് മിനിക്കുട്ടി എന്ന് വിളിച്ച് അയാൾ അവിടെ എല്ലാം പരതുന്നത്. അപ്പോഴേക്കും മിനിക്കുട്ടി ഓടി അവന്റെ വീട്ടിലേക്ക് കയറി വരുന്നു. അവൾ പറയുന്നു, ഞാൻ പോവില്ല, പോയാൽ അവരെ എനിക്ക് മാല മേടിച്ചു തരാം എന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്കിഷ്ടമില്ല, അയാൾ ചീത്തയാണ് എന്നെല്ലാം പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി ഒളിക്കുന്നു. അപ്പോൾ ആ മൂന്നാമൻ വന്ന് അവനോട് ചോദിക്കുന്നു, ആ പെൺകുട്ടി ഇങ്ങോട്ട് വന്നോ എന്ന്. അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, ജയയെ അങ്ങനെ എത്ര ഒളിപ്പിച്ചിട്ടും അവൾ ഇതിനെല്ലാം തയ്യാറായത് എനിക്ക് നല്ല കാര്യമാണ്, എന്റെ ബിസിനസ് എല്ലാം പുരോഗമിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവനെ കളിയാക്കും. അവൻ കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. എന്നിട്ട് ആ പെയിന്റിംഗ് റൂൾ എടുക്കുന്നു. ചെയ്തു വെച്ചിരുന്ന ചിത്രത്തിലേക്ക് അവൻ ആ റൂൾ കൊണ്ട് കുത്തുന്നുണ്ട്. അപ്പോൾ അവൻ ഓരോരുത്തരെയും മാറി മാറി ഓർക്കുന്നു, ആ രണ്ട് സ്ത്രീകളെയും ജയയെയും എല്ലാം. അപ്പോൾ മിനിക്കുട്ടി അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, എനിക്ക് അയാളെ ഭയങ്കര പേടിയാണ് എന്ന്. അപ്പോൾ സത്യം അവളെ അടുത്തേക്ക് വിളിച്ചു പറയും, പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട. ആരെയാണ് മിനിക്കുട്ടിക്ക് പേടി എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നു, വല്യമ്മയെയും ചേച്ചിയെയും എല്ലാവരെയും എനിക്ക് പേടിയാണ് എന്ന്. അപ്പോഴും അവന്റെ കയ്യിൽ ആ റൂൾ ഉണ്ടായിരുന്നു. അവൻ മെല്ലെ അവളെ നെഞ്ചിലേക്ക് ചാച്ചു കിടത്തുന്നു. അവളുടെ അതുക്കെ മാറ്റുന്നു. അവൻ അവളുടെ വായയും മൂക്കും കൊത്തിപ്പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ആഞ്ഞു കുത്തുന്നുണ്ട്. അവൾ മെല്ലെ മെല്ലെ മരിച്ചു വീഴും. മെല്ലെ അവൻ കട്ടിലേക്ക് ചാച്ചു കിടത്തുന്നു. എന്നിട്ട് പറയുന്നു, ആരെയും പേടിക്കണ്ട, ഞാനുണ്ട് കാവലിന്, ഇനി നിനക്ക് ആരെയും പേടിക്കേണ്ടി വരില്ല എന്ന്. ഒരു തരം ഭ്രാന്തമായ ആവേശത്തോടു കൂടിയാണ് അയാൾ അത് പറയുന്നത്. അപ്പോഴാണ് ചേച്ചി എന്ന് വിളിച്ച് രാജി വരുന്നത്. അവൻ അവളെയും അടുത്തേക്ക് വിളിക്കുന്നു. അപ്പോൾ അവന്റെ ഭാവത്തിന് ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാജിമോളും പേടിക്കണം, ഈ ലോകം അങ്ങനെയാണ്, തെരുവ് കുട്ടികൾക്ക് കളിയാക്കാൻ ഇനിയൊരു ജന്മം കൂടെ ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ട എന്നെല്ലാം പുലമ്പുന്നുണ്ട്. അവൻ ജയയുടെ വരച്ച ചിത്രത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, രാജകുമാരിയാണ്, 7 നിറങ്ങളിൽ എഴുതപ്പെട്ട രാജകുമാരി എന്നെല്ലാം പറയുന്നു. എന്നിട്ട് അവൻ അവളെ അമർത്തി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. മിനിയെ ചെയ്തതുപോലെ മുടിമെല്ലെ മാറ്റി പുറത്തേക്ക് ആഞ്ഞു കുത്തുന്നു. അവൾ ശ്വാസം കിട്ടാതെ പെടയുന്നു. രണ്ടുപേരെയും അവൻ കട്ടിലേക്ക് ചേർത്ത് കിടത്തി പുതപ്പിച്ച് കിടത്തുന്നു. അപ്പോഴാണ് വിജയ് വേറൊരാളും കൂടെ അങ്ങോട്ട് വരും. വിജയനെ കയറി പിടിക്കുകയും ആഞ്ഞു കുത്തുകയും ചെയ്യുന്നു. അപ്പോഴേക്കും കൂടെയുള്ള ആൾ തടുക്കാൻ വരുമ്പോഴേക്കും അവൻ അയാളെയും പിടിച്ച് ആഞ്ഞു കുത്തി കൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം അവൻ ജയിലിൽ കിടന്ന് ഓർക്കുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് ഡോക്ടറോട് ജയിലിലെ ഓഫീസർ പറയുന്നു, ഇത് ഇനിയും നീണ്ടുപോവാനാണ് സാധ്യത എന്ന്. അങ്ങനെ ആ ദിവസവും വന്നെത്തി. അവനെ തൂക്കിലേറ്റുന്നു. ആ ജഡം ഏറ്റുവാങ്ങാൻ ജയ അവിടെ പുറത്ത് കാത്തു നിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള മൂവിക്കായി ഒന്ന് സബ് ചെയ്തേക്കണേ, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.